വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. നമ്മളെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിൽ സബ്സ്ക്രൈബേഴ്സിനെ വ്യൂസും ഒക്കെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ നോക്കി നിൽക്കെ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതും ആ ചാനലിൽ ഒരു 5 ലക്ഷമോ 10 ലക്ഷമോ ഫോളോവേഴ്സ് കൂടെ ഉണ്ടെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി പോകും. കാരണം നമ്മൾ യൂട്യൂബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് യൂട്യൂബിൽ നിന്നുള്ള പൈസ കൊണ്ടാണ് നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വല്ലാതെ പാനിക്കാക്കി കളയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. ചിലപ്പോൾ പാനിക് അറ്റാക്ക് വരെ ഉണ്ടായെന്ന് വരാം. മനസ്സിലായോ? കാരണം നമ്മൾ അത്രയ്ക്ക് യൂട്യൂബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. വേറെ ജോലിയും കാര്യങ്ങളും ഒക്കെ കളഞ്ഞിട്ടായിരിക്കും നമ്മൾ യൂട്യൂബിൽ കിടന്നിട്ട് വർക്ക് ചെയ്യുന്നത്. എന്നാൽ യൂട്യൂബിന് അങ്ങനെ ഒരു തോട്ടമൊന്നുമില്ല. പെട്ടെന്ന് അതായത് യൂട്യൂബിന്റെ പോളിസി എവിടെ വയലേറ്റ് ചെയ്യപ്പെടുന്നു അവിടെ യൂട്യൂബ് പണി തരും. അത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ സ്ട്രൈക്ക് ആയിട്ടോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ ടെർമിനേഷൻ ആയിട്ടോ ഒക്കെ തന്നെ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് പറയാം. ഇത് വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഓൾറെഡി യൂട്യൂബ് ടീമുമായിട്ട് ചാറ്റ് ചെയ്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബ് ടീമിൻ്റെക്ക് നമ്മൾ ഈ കാര്യം ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഏകദേശം 10 വർഷത്തോളമായി യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ്. ഇതുവരെ ഞാൻ ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്തിട്ടില്ല. മറ്റാരെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുമില്ല. ഒരുപക്ഷെ നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ കാര്യം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അഡ്വർടൈസ്മെന്റ് ഒന്നുമല്ല കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. നിങ്ങൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, ഒരു പ്രൊഫഷനായിട്ട് കണ്ടിൽ നിന്ന് പൈസയൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് ഫെബ്രുവരി 22 10 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ എറണാകുളത്ത് അബാദ് പ്ലാസയിൽ നമ്മൾ GST ഡിപ്പാർട്ട്മെന്റിന്റെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെയും അതേപോലെ സൈബർ സെക്യൂരിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ക്ലാസും അങ്ങനെയുള്ള ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. അതിൽ നിങ്ങളുടെ ഒരു കോൺടാക്ട് നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിന്റെയോ ലിങ്ക് നിങ്ങൾ അവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അധികം സീറ്റ് ഒന്നുമില്ല, ഒരു 100 പേരെ മാത്രമാണ് നമ്മളിപ്പോൾ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. മറ്റൊരു കാര്യം, ഈ ഒരു പ്രോഗ്രാമിലേക്ക് കണ്ടന്റ് ക്രിയേറ്ററിന് മാത്രമേ എൻട്രി ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യും. നിങ്ങൾക്ക് അവിടെ ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള എല്ലാ ഗൈഡൻസും തരികയും ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ മെയിൻ വിഷയത്തിലേക്ക് വരാം. എന്താണ് സംഭവം എന്ന് പറയാവേ. അപ്പോൾ ഇന്നലെ വൈകിട്ട് എൻ്റെ ഒരു സുഹൃത്ത് യൂട്യൂബർ മെസ്സേജ് അയച്ചു. അവർ സാധാരണ ഇന്നും അപ്ലോഡ് ചെയ്യുന്ന പോലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. പക്ഷെങ്കിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തൊട്ട് ആ വീഡിയോയ്ക്ക് സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വ്യൂ വരാൻ തുടങ്ങുന്നു. അതായത് സാധാരണ 100 വ്യൂ ആണ് ഒരു മണിക്കൂർ കിട്ടേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് 1000 വ്യൂ കൂടുതൽ പോകുന്നു. 2000 വ്യൂ ഒരു മണിക്കൂറിൽ ഏകദേശം 4000-5000 വ്യൂ പോയി. കാരണം ആവറേജ് ആ ചാനലിൽ അത്രയും വ്യൂ വരുന്ന ഒരു ചാനലല്ല. അപ്പം ആവറേജ് നമുക്കറിയാമല്ലോ, ഓരോ ദിവസവും നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോൾ അതിന് അത്രയും വ്യൂ വരും എന്നുള്ള കാര്യം. ഇതിനേക്കാളും കൂടുതൽ വ്യൂ പോകുന്നു എന്ന് പറഞ്ഞപ്പം തന്നെ അവർക്ക് എന്തോ അൺയൂഷ്വൽ ആയിട്ട് തോന്നിയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ടത്. അപ്പൊ ഞാൻ അവരുടെ ഇതിന്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ ആ വീഡിയോയുടെ മേടിച്ച് നോക്കി കഴിഞ്ഞപ്പം സെർച്ചിൽ നിന്നും റെക്കമെൻഡേഷനിൽ നിന്നും സജഷനിൽ നിന്നും ഒക്കെയാണ് വ്യൂ വരുന്നത്. അപ്പം അതിൽ വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഒരുപക്ഷെ ഇത് ആ വീഡിയോ വൈറലാകുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതും ആകാം. മനസ്സിലായോ? അൺയൂഷ്വൽ ആയിട്ട് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി വന്നിട്ട് നമ്മുടെ ചാനലോ നമ്മുടെ വീഡിയോയോ ഒക്കെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടി ആരെങ്കിലും മനഃപൂർവ്വം ചെയ്യുന്നതാകാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യാം, നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പക്ഷേ അവരുടെ ചാനൽ ഒന്നും സംഭവിച്ചു. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞപ്പം വേറൊരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇവര് രണ്ടുപേരും ചെയ്യുന്ന കണ്ടന്റുകൾ ഏകദേശം ഒരേപോലുള്ള കണ്ടന്റ് ആണ്. അവരെനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ഇതുപോലെ എന്റെ ചാനലിന്റെ ഒരു വീഡിയോ പെട്ടെന്ന് ഇതുപോലെ വീഡിയോ ഇട്ട് 1 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ ഭയങ്കരമായിട്ട് വ്യൂ വന്നു. പെട്ടെന്ന് വീഡിയോ യൂട്യൂബ് പോളിസി വയലേഷൻ എന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ആയി. അപ്പൊ ഞാൻ അതിന്റെ അനലിറ്റിക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു പോയി കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ളൊരു പ്രശ്നമാണത്. ആ വീഡിയോയ്ക്ക് 10,000 വ്യൂ ആണ് വന്നത്. 10,000 വ്യൂവിൽ അൺയൂഷ്വൽ ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പക്ഷെങ്കിൽ ആ വീഡിയോയുടെ ലൈക്ക് 9,900 ലൈക്ക് വന്നു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഓർഗാനിക് ആയിട്ട് വരേണ്ട വ്യൂ അല്ല വന്നിരിക്കുന്നത്. ആരോ മനഃപൂർവ്വം ഇതിൽ എന്തോ പരിപാടി ഒപ്പിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും. അതായത് 90-92% ആളുകൾ ആ വീഡിയോ കണ്ടവർ ആ വീഡിയോ ലൈക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു കാരണവശാലും അങ്ങനെ ഒരു റേഷ്യോ യൂട്യൂബിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയും. ഇപ്പൊ മിസ്റ്റർ വീസ്റ്റ് പോലെയുള്ള പോപ്പുലർ ചാനലുകൾ എടുത്തെന്ന് പറഞ്ഞാലും 10,000 വ്യൂ വന്നിടത്ത് 9,000 ലൈക്ക് വരുമോ? ഞാൻ ഇതുവരെ അങ്ങനെ ഒരു റേഷ്യോ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ അവരുടെ ആ വീഡിയോ യൂട്യൂബ് ടേക്ക് ഡൗൺ ചെയ്തു. ആ വീഡിയോയിൽ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ വയലേഷൻ എന്ന് പറഞ്ഞ വീഡിയോ യൂട്യൂബ് റിമൂവ് ചെയ്തു. ഇൻഎലിജിബിൾ എന്ന് പറഞ്ഞ് വന്നു. അവരുടെ ചാനലിൽ ഇതുവരെ സ്ട്രൈക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊരു വാർണിംഗ് സ്ട്രൈക്ക് ആയിട്ടാണ് വീണത്. അപ്പം ഇന്നലെ രാത്രി നമ്മൾ ഈ ഒരു കാര്യം യൂട്യൂബ് ടീമുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റപ്പോൾ കിടക്കുന്ന അടുത്ത 2 വീഡിയോയ്ക്ക് കൂടെ സെയിം പ്രശ്നം. അതായത് പെട്ടെന്ന് വ്യൂ കൂടുന്നു, പെട്ടെന്ന് ലൈക്ക് കൂടുന്നു. അതായത് വ്യൂവും ലൈക്കിന്റെ റേഷ്യോ ഏകദേശം ഒരേപോലെ തന്നെ. 10,000 വ്യൂ ഉണ്ട്, 10,000 ലൈക്ക്. അപ്പം രാവിലെ തന്നെ ആ 2 വീഡിയോസ് കൂടെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം ഇപ്പൊ ട്വിറ്ററിൽ യൂട്യൂബ് ടീം ഇന്ത്യയുമായിട്ടൊക്കെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഇഷ്യൂ ഒരു 2-3 വീഡിയോയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് ചോദിക്കുക, അടുത്ത സ്ട്രൈക്കുകളാണ്, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്സ് ആണ് വരുന്നത്. ഈ സ്ട്രൈക്ക് വന്നു കഴിഞ്ഞാൽ 3ാമത്തെ സ്ട്രൈക്ക് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കും? 3ാമത്തെ സ്ട്രൈക്കിൽ നമ്മുടെ ചാനൽ ഫുള്ളി ടേക്ക് ഡൗൺ ആവും. പിന്നെ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ആയി പോകുക എന്നുള്ളതാണ്. അപ്പൊ ഇവരുടെ വീഡിയോയിൽ ഇവർ
ഒരു രീതിയിലുള്ള മിസ്റ്റേക്കും കാണിച്ചില്ല. പക്ഷേ യൂട്യൂബിന്റെ സിസ്റ്റം മനസ്സിലാക്കിയത് എന്തോ അൺയൂഷ്വൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ആ ഒരു വീഡിയോ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ അപ്പീൽ ചെയ്തു, ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല, എന്താണ് റിപ്ലൈ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. അപ്പൊ ഈ ഒരു കാര്യം അവരുടെ ഒരു വീഡിയോയിലാണ് സംഭവിച്ചെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് 2 വീഡിയോയിലൂടെ സെയിം പ്രോബ്ലം വന്നു. ആ വീഡിയോ ഡിലീറ്റ് ചെയ്തത് കൊണ്ട് അതിൽ സ്ട്രൈക്ക് വന്നില്ല, അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ ആ വീഡിയോയിലും ഇതേപോലെ സ്ട്രൈക്ക് വരും. അങ്ങനെ 2 സ്ട്രൈക്ക് കൂടെ വന്നു കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾക്ക് അറിയാമല്ലോ. 3ാമത്തെ സ്ട്രൈക്ക് ചാനൽ ടെർമിനേഷൻ. എന്താണ് കാര്യം, എങ്ങനെ പോയി, ഒന്നും തന്നെ ആർക്കും അറിയും. അപ്പൊ ഇത് ഞാൻ പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് ഇതിൽ ഒന്നുകിൽ ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി നടന്നിട്ടുണ്ട്. ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്താണെന്ന് അറിയോ, നമ്മളുടെ ചാനലിൽ നമ്മൾ തന്നെ വീണ്ടും വീണ്ടും ക്ലിക്ക് ചെയ്യുന്നു, അതിനുശേഷം അതിലെ അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വീഡിയോകൾ നമ്മൾ വീണ്ടും ഓപ്പൺ ആക്കി അഡ്വർടൈസ്മെന്റ് ക്ലിക്ക് ചെയ്യുന്നതാണ് ഇൻവാലിഡ് ക്ലിക്ക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ ചെയ്യണമെന്നില്ല, വേറൊരാൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിൽ അതിനുള്ള കാര്യങ്ങൾ ബോട്ട് സെറ്റ് ചെയ്തിട്ട് ആ ബോട്ടിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ചാനലിൽ ഇതേപോലൊരു പ്രശ്നം ഉണ്ടാകാം. അപ്പൊ ഈ ഒരു കാര്യം ഇന്നലെ നടന്ന കാര്യമാണ്. അപ്പൊ ഇത് ഒരു ചാനലിലല്ല സംഭവിച്ചത്, ഡിഫറെന്റ് ആയിട്ട് 2 ചാനലുകളിൽ ഇതേ ഇഷ്യൂ ഉണ്ടായി. ഇന്നലെ വൈകിട്ടത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ചാനലിൽ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഇന്നലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യം ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ അതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൂടെ ഒന്ന് ഷെയർ കൂടെ ചെയ്തേക്കുക. കാരണം ഇത് നമ്മൾ ഈ ഒരു ചാനൽ, ഞാനിപ്പോൾ ഈ ഇഷ്യൂ വന്ന ചാനലിൽ ഏകദേശം 6,42,000 ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ്. ചെറിയ ചാനലല്ല, അവര് ഇടുന്ന വീഡിയോകൾക്കെല്ലാം നല്ല റെസ്പോൺസ് ഉള്ള ചാനലാണ്. അപ്പൊ ആ ഒരു ചാനലിലാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത്. 10,000 വ്യൂവിന് 9,000 ലൈക്ക്, 44 കമന്റ്. അതിനുശേഷം യൂട്യൂബ് ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കൊടുക്കുകയും. ആലോചിച്ച് നോക്കി, നമുക്ക് ഇതിനെ എത്ര കണ്ട് ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ കയ്യിലെ മിസ്റ്റേക്കോ ഒന്നുമില്ല, എന്തോ സിസ്റ്റത്തിൽ സംഭവിക്കുന്ന എന്തോ ഒരു കാര്യം, അത് എന്താണെന്ന് പോലും നമുക്ക് അറിയത്തില്ല. ആരാണ് ഇത് ചെയ്യുന്നതെന്ന് പോലും നമുക്കറിയാം. നമ്മൾ യൂട്യൂബ് ടീമിനെ കോൺടാക്ട് ചെയ്തപ്പോഴും അവർ പറയുന്നത് അവർ ചെക്ക് ചെയ്യാമെന്നാണ് പറയുന്നത്. നമ്മൾ അപ്പീൽ ചെയ്തിട്ടുണ്ട്, അപ്പൊ അവർ ആ വീഡിയോ അവരുടെ ടീം ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അതിന്റെ റെസ്പോൺസ് ഒന്നും ഉണ്ടായിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം. അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും ചാനലിൽ ഇങ്ങനൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള സംഭവം നടക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ആ വീഡിയോ പെട്ടെന്ന് തന്നെ ഒഴിവാക്കിക്കൊള്ളുക. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അത് ചെന്ന് എൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ സ്ട്രൈക്കിലേക്കായിരിക്കാം. പിന്നെ ഞാൻ സത്യത്തിൽ വീഡിയോ ഇടാൻ പ്ലാൻ ചെയ്തിരുന്ന ടോപ്പിക് ഇതല്ല, പക്ഷേ എനിക്ക് തോന്നി ഇതിനെക്കുറിച്ച്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഇക്കാര്യം പറഞ്ഞത്. മാക്സിമം നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ആക്ഷൻ എടുത്തോളുക, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. ഇതേപോലെ തന്നെ ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് വേറൊരു ആള് മെസ്സേജ് അയച്ചത് അവർക്ക് പെട്ടെന്ന് കമന്റ് കൂടുക. അതായത് വെളിരാജ്യത്തു നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാഷയിലുള്ള കമന്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ കമന്റ് വരുന്നു, അവർ ഡിലീറ്റ് ചെയ്യുന്നു, വീണ്ടും 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 കമന്റ് വന്നുകൊണ്ടിരിക്കുക. എല്ലാ പോളിസീസും ഫോളോ ചെയ്ത് വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ പോലും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ചോദ്യം ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സിന്റെ മനസ്സിലുണ്ടായിരിക്കും. പേഴ്സണലി എനിക്കത് തോന്നിയ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഹെൽപ്ലെസ് ആയിട്ടുള്ള ഒരു അവസ്ഥ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് പോകുന്നു, അതിന്റെ ഇടയ്ക്ക് എവിടെ നിന്നോ ആരോ എന്തോ പരിപാടി ഈ സിസ്റ്റത്തിൽ ചെയ്തിട്ടാണ് ഇങ്ങനൊരു സ്ട്രൈക്കിലേക്ക് ഈ ഒരു വീഡിയോ കൊണ്ടുപോയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും 10,000 വ്യൂവിന് ഈ കാണിച്ച പോലെ 9,000 അല്ലെങ്കിൽ 9,500 ലൈക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. അപ്പൊ എന്തായാലും വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.